പുതിയ ഒരു CCTV ദൃശ്യം കൂടി ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. അത് തിരുവനന്തപുരം നഗരത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യമാണ്. കുട്ടി നടന്നു പോകുന്നതായി ആ ദൃശ്യങ്ങളിൽ കാണാം. കുട്ടിയുടെ തോളിൽ ബാഗുണ്ട്, നേരത്തെ കണ്ട അതേ വസ്ത്രം. അങ്ങനെ കുട്ടി റോഡരികിലൂടെ നടന്നു പോകുന്ന ഒരു CCTV ദൃശ്യം കൂടി ഇപ്പോൾ പോലീസ് ശേഖരിക്കുന്നു. അങ്ങനെ കൃത്യമായി തന്നെ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ വഴി അതിപ്പോൾ പോലീസ് ഏറെക്കുറെ ഇപ്പോൾ കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നേരത്തെ കഴക്കൂട്ടത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ വ്യക്തമാക്കിയത്. കുട്ടി തിരുവനന്തപുരം ഭാഗത്തേക്കാണ് പോയത് എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യ CCTV ദൃശ്യങ്ങളുടെ തൊട്ടു പിന്നാലെ പുതിയ CCTV ദൃശ്യങ്ങൾ കൂടി പോലീസ് ശേഖരിച്ചു. ഇപ്പോൾ മൂന്നാമത്തെ CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പോലീസ് അത് ശേഖരിക്കുന്നുണ്ട്. അങ്ങനെ കൃത്യമായി ആ കുട്ടി സഞ്ചരിച്ച വഴി അത് പോലീസ് ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്യുകയാണ്. തിരുവനന്തപുരത്തേക്ക് കുട്ടി പോയി എന്നുള്ള തരത്തിൽ പോലീസിന്റെ നിഗമനമുണ്ട്. അതിനെ സാധൂകരിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസിന് കിട്ടുന്നുണ്ട്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, നേരത്തെ അസിസ്റ്റന്റ് കമ്മീഷണറല്ലേ വിശദീകരിച്ച് കുട്ടി തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയി എന്നത്? അതിനെ സാധൂകരിക്കുന്നത് തന്നെയല്ലേ ഇപ്പോൾ ഈ പുതുതായി കിട്ടിയ CCTV ദൃശ്യവും? ഷഫീദ്, ഉന്മേഷ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന CCTV ദൃശ്യങ്ങൾ അതാണ്. പോലീസിന് അവസാനമായി ലഭിച്ചിട്ടുള്ള CCTV ദൃശ്യം. ആ CCTV ദൃശ്യം ഇന്ന് രാവിലെ 10:43 ഈ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് തൊട്ട് മുൻപിലുള്ള ഒരു കട, ആ കടയുടെ ഭാഗത്തു നിന്നുള്ള CCTV ദൃശ്യമാണ്. ആ CCTV ദൃശ്യങ്ങളിലും നമ്മൾ മുൻപ് അസിസ്റ്റന്റ് കമ്മീഷണർ സ്ഥിരീകരിച്ചതുപോലെ തന്നെ കുട്ടി പോയിരിക്കുന്നത് നേരത്തെ ആ ചാക്ക ഭാഗത്തേക്ക്, അതല്ലെങ്കിൽ തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്നുള്ള സംശയം അത് പോലീസിന് ബലപ്പെടുന്നുണ്ട്. പോലീസ് ആ ചാക്ക ഭാഗത്തേക്ക് തന്നെ കുട്ടി പോയി എന്നുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ അന്വേഷണം നടത്തിയത്. ഏതാണ്ട് 15 കിലോമീറ്റർ ഉണ്ട് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അതിനിടയിൽ പല സ്ഥലങ്ങളിലേക്കുള്ള വഴികളുണ്ട്. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലേക്ക്, ആക്കുളത്തേക്ക്, അവിടെയൊക്കെ വലിയ തരത്തിലുള്ള ടേൺ ഓവറുകളുണ്ട്. അപ്പോൾ അവിടെ അടക്കം എല്ലാ സ്ഥലത്തെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ഉറപ്പിച്ച ശേഷം മാത്രമായിരിക്കും ഈ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേരുക. പക്ഷേ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന CCTV ദൃശ്യങ്ങളാണിത്. ആ CCTV ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന്, ഞാൻ ഇപ്പോൾ നിൽക്കുന്ന കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് തൊട്ട് ആ പോലീസ് ജീപ്പൊക്കെ പോകുന്ന ഭാഗത്ത് നിന്ന് കുറച്ചപ്പുറത്തേക്കുള്ളൊരു ഭാഗത്തെ ഒരു കടയുടെ ദൃശ്യമാണ്. ആ ദൃശ്യത്തിൽ ഈ കുട്ടി ഈ ഓരം ചേർന്ന് വരുന്നത് ഒരേ ദിശയിലുള്ള റോഡിലാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പല ദിശകളിലേക്ക് കുട്ടി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ മാറി. അതായത് ഇതൊരു ഒരു ബ്രിഡ്ജിന്റെ താഴ്ഭാഗമാണ്. അവിടെ ആ ഭാഗത്തും ഈ ഭാഗത്തും കുട്ടി മാറി മാറി യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വളരെ നിർണായകമായിട്ടുള്ള CCTV ദൃശ്യം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷന് തൊട്ട് അപ്പുറത്തുള്ള ഒരു CCTV ദൃശ്യം 10:43 ഈ കുട്ടി ആ ഭാഗത്തേക്ക് നടന്നു പോകുന്ന CCTV ദൃശ്യം ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച ഒരു പ്രാക്ടിക്കൽ സംശയം, അതായത് നമ്മൾ ഈ കഴക്കൂട്ടത്ത് എന്നെ സംബന്ധിച്ച് ഞാൻ കുറെ കാലം താമസിച്ചൊരു സ്ഥലം കൂടിയാണ്. ഇവിടെ പലതരത്തിൽ കട്ട് ഓവറുകളുണ്ട്. അതായത് ഒരുപക്ഷെ വലത്തേക്കും ഇടത്തേക്കും ഒക്കെ പലതരത്തിലുള്ള റോഡുകളുണ്ട്. അപ്പോൾ ഈ റോഡുകളിലേക്കൊക്കെ കുട്ടി പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കിപ്പോഴും സംശയമാണ്. കാരണം ഇതിനപ്പുറത്തേക്ക് ഈ ഏറ്റവും ഒടുവിൽ ലഭിച്ച നമ്മളിപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ആ CCTV ദൃശ്യത്തിനപ്പുറത്തേക്ക് പുതിയൊരു CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടില്ല. അപ്പോൾ പോലീസ് അടുത്ത CCTV ദൃശ്യം പരതിയിട്ടുള്ള അന്വേഷണത്തിലാണ്. അവിടെ ഒരുപക്ഷെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. ഒരു 7 കിലോമീറ്റർ സഞ്ചരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ ചാക്ക ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ 7 കിലോമീറ്റർ വേണ്ട, എനിക്ക് തോന്നുന്നു ഒരു 5 കിലോമീറ്റർ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ചാക്ക ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് പേട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. അങ്ങനെ പല വിധത്തിലുള്ള സാധ്യതകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു സ്ഥിരീകരണവും ഇക്കാര്യത്തിൽ നമുക്ക് നടത്താൻ കഴിയില്ല. കാരണം ഈ പലതരത്തിലുള്ള ക്രോസ് റോഡുകളുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ കുട്ടി പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയുമില്ല. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ അവർ ശേഖരിച്ചത് 10:43 ആ സമയത്ത് കുട്ടി കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് മുൻപിലൂടെ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ്. അത് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ ഒരു ബേക്കറി കടയുടെ അകത്ത് നിന്നുള്ള CCTV ദൃശ്യമാണ്. ആ ദൃശ്യങ്ങളിലുണ്ട് കുട്ടി ഈ ബാഗൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കുട്ടി നടന്നു പോകുന്നത് ആ ഡയറക്ഷനാണ്. പക്ഷേ അപ്പോഴും ഒരു സ്ഥിരീകരണം ഞാൻ ഇപ്പോഴും പറയുന്നു. നേരത്തെ ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ഉന്മേഷ്, അത് നമ്മൾ ഈ കഴക്കൂട്ടം ജംഗ്ഷനാണ്. നേരത്തെ ഇതില്ലായിരുന്നു, അതായത് ഓവർ ബ്രിഡ്ജ് ഇല്ലായിരുന്നു. അപ്പോൾ ഇതിലേക്കൂടെ വലിയ തിരക്കൊക്കെയുള്ള പ്രദേശമായിരുന്നു. കുട്ടി ആദ്യം വന്നത് ആ റോഡിൻ്റെ ആ ഭാഗത്ത് നിന്നാണെങ്കിൽ കുറച്ച് മുൻപ് വെച്ച് കുട്ടി ഈ ഇടത്തെ ഭാഗത്തേക്ക് കയറുന്നു. ഈ ഇടത്തെ ഭാഗത്തേക്ക് കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായും മറ്റൊരു സാധ്യത നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഈ റൈറ്റ് ഭാഗത്ത് നിന്ന് കുട്ടി വരുന്നു. ഈ കുട്ടി ഈ പാലത്തിൻ്റെ അപ്പുറത്തെ റോഡിൽ നിന്ന് ഇപ്പുറത്തെ റോഡിലേക്ക് കടന്നിട്ടുണ്ട്. അതിനുശേഷം കുട്ടി പോയത് ഒരുപക്ഷെ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയായിരിക്കാം. അങ്ങോട്ടേക്കുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ പല സാധ്യതകൾ തേടിയിട്ടുള്ള പോലീസിൻ്റെ അന്വേഷണം, അതാണ് ഈ CCTV ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു സാധ്യത കൂടി പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നു. അല്പസമയം മുൻപ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇൻഫർമേഷൻ ഗെയിനിങ് ആണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നടക്കുന്നത്. പോലീസിനെ സംബന്ധിച്ച് രാത്രി നിർണായകമാണ്. അവരുടെ ഗോൾഡൻ അവർക്ക് അവസാനിച്ചു കഴിഞ്ഞു. ഇനി അവർക്ക് കിട്ടുന്ന ഈ മണിക്കൂറുകളിൽ കുട്ടി എങ്ങോട്ടേക്ക് പോയി,
കുട്ടി ഏതെങ്കിലും എയ്ഡ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇപ്പോഴും പോലീസ് സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്ന ട്രെയിൻ തന്നെയാണ്. അപ്പോൾ കഴക്കൂട്ടമാണോ, പേട്ടയാണോ, അതല്ല ഈ തൊട്ടപ്പുറത്ത് കൊച്ചുവേളിയുണ്ട്, കൊച്ചുവേളിയാണോ, അതല്ല തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണോ? അങ്ങനെ സാധ്യതകൾ പലതാണ്. ഈ സാധ്യതകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിന്റെ അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. ഈ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ഒടുവിൽ ലഭിച്ചിരിക്കുന്ന നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ആ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ പരിശോധന, കൂടുതൽ അന്വേഷണം അതാണ് പോലീസ് നടത്തുന്നത്. അപ്പോഴും പോലീസ് അവരുടെ പ്രഡിക്ഷനായി അവർ വെക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. അസമിലേക്കുള്ള ട്രെയിൻ അതെടുക്കുന്നത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. അപ്പോൾ ആ സ്ഥലത്തേക്ക്, ആ ഭാഗത്തേക്ക് കൂടി പോലീസ് ഇപ്പോൾ മൂവ് ചെയ്യുന്നുണ്ട്.